Hello friends, good morning. ഞാൻ ഇന്ന് ഒരു ബീഫ് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ബീഫ് മസാല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു 750 ഗ്രാം ബീഫാണ്. ബീഫ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് അത് ചെറിയ കുറച്ച് വിനീഗർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് സീസണിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ടത് ഇത് കുരുമുളക് പൊടിയാണ് 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ കാശ്മീർ ചില്ലി, ഒരു 3 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മല്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്. കറിവേപ്പില ഇല്ല. അപ്പോൾ നമ്മുടെ പാചകം തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇഞ്ചി ആഡ് ചെയ്യാം. ഇഞ്ചി ചെറു കഷ്ണങ്ങളായിട്ട് വെട്ടിയതാണ്. നമുക്കത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ഇനി ഗാർലിക്കും വെളുത്തുള്ളി ഇതിലങ്ങ് ചേർക്കുവാണ്. ഇനി നമുക്ക് മസാല ചേർത്ത് വഴറ്റാം. അപ്പോൾ പതിന് വിപരീതമായിട്ട് നമ്മൾ ആദ്യം മുളകാണ് ഇതിൽ ചേർക്കുന്നത്, മല്ലിയല്ല. മല്ലി കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം മുളക് ചേർത്ത് അതിൻ്റെ കാരം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാല നേരത്തെ എടുത്ത് വെച്ചതാണ് അതിലിട്ടു. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഇനിയാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്തത്. നമുക്കിതിൽ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി നമ്മൾ ചേർത്തു. അതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകളെല്ലാം ചേർന്ന് കഴിഞ്ഞു. ഉപ്പ് ഇപ്പം ചേർക്കത്തില്ല. ഉപ്പ് ബീഫ് ആയതുകൊണ്ട് നല്ലപോലെ ബീഫ് വെന്തതിന് ശേഷമേ ഉപ്പ് ചേർക്കത്തുള്ളൂ.
ഉപ്പ് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ബീഫ് വേകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ബീഫിൽ ഉപ്പ് എപ്പോഴും ഏറ്റവും അവസാനം ചേർക്കുന്നതായിരിക്കും നല്ലത്. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കാം. നമുക്കതിനെ അടച്ച് വെച്ച് കുറച്ച് സമയം നന്നായിട്ട് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്, ബീഫ് കല്ലിച്ച് പോകും. അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ചെറുതീയിൽ കുറച്ച് സമയം നന്നായിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞു ഫ്ലെയിം മതി, ചെറിയ ഫ്ലെയിമിലോട്ട് വയ്ക്കുകയാണ്. നമ്മളതിനെ ഇനി അടയ്ക്കുകയാണ്. അടച്ച് ചെറുതീയിൽ കുറേ സമയം വേകട്ടെ. അപ്പോൾ നമ്മളിപ്പോഴാണ് ഇതിനകത്ത് നമ്മുടെ പച്ചമുളക് ഇടുന്നത്. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല, അങ്ങ് ലയിച്ച് പോകില്ലേ. ഇപ്പോൾ ഇതിനോടൊപ്പം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരുന്നു, പക്ഷേ കറിവേപ്പില നമ്മുടെ ഇല്ല. അപ്പോൾ ബീഫ് ഏതാണ്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴാണ് അതിനകത്ത് ഉപ്പ് ചേർക്കുന്നത്. തീ കൂട്ടി ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ കുറച്ചുകൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് റോസ്റ്റാക്കി എടുക്കും.
We hope you enjoy the video. Please subscribe and ring the bell icon for notification.